വാ മോനെ എന്റെ കൂടെ കളിക്ക്. ആ സമയത്ത് ഈ കുട്ടി മരത്തിനോട് പറഞ്ഞൊരു കഥയാണ്. ആ മരത്തിനോട് പറയാണ്, ഞാനിപ്പോ കുറച്ച് വലുതായി പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോ ഇവിടെ ഒന്നും കിടന്ന് കളിക്കാനൊന്നുള്ള സമയമല്ല, എനിക്ക് ബൈസിക്കിൾ വേണം, എനിക്ക് സൈക്കിൾ ഉപയോഗിക്കാൻ പറ്റണം, അതിന് പൈസയാണ് വേണ്ടത്. കാരണം കുട്ടികളുടെ രണ്ടാമത്തെ സ്റ്റേജ് വരികയായി. കാരണം മാതാപിതാക്കളോട് കൂടെ കളിക്കുന്ന സന്ദർഭത്തിൽ വലിയ ഊഷ്മളതയായിരുന്നു. പിന്നീട് കുട്ടിക്ക് വേണ്ടത് പൈസയാണ്. അങ്ങനെ മാതാവിനോടും പിതാവിനോടും പൈസ ചോദിക്കുമ്പോൾ പൈസ കൊടുക്കുന്ന മാതാപിതാക്കളോട് വല്ലാത്ത സ്നേഹമായി. അങ്ങനെ ആ ആപ്പിൾ മരം പറയാണ്, ഞാൻ എൻ്റെ എല്ലാ ആപ്പിളുകളും പറിച്ചിട്ട് തരാം, നീ അത് കൊണ്ടുപോയി കവലയിൽ കൊണ്ടുപോയി വിൽക്ക്, ആ വിൽക്കുന്ന പൈസ കൊണ്ട് കിട്ടുന്ന അതുകൊണ്ട് നീ എന്ത് ചെയ്യേ, നീ നല്ലൊരു സൈക്കിൾ വാങ്ങിക്കോ. അങ്ങനെ ആ കുട്ടിക്ക് ആപ്പിൾ മരം എല്ലാം ഇട്ടുകൊടുക്കാണ്. ആപ്പിളെല്ലാം വാരിപ്പെറുക്കി ടൗണിൽ കൊണ്ടുപോയി വിറ്റ പൈസ കൊണ്ട് ബൈസിക്കിൾ വാങ്ങി ചവിട്ടിപ്പോകുന്ന മോൻ. പിന്നീട് കുറെ നാളത്തേക്ക് അവനെ കണ്ടില്ല. ഈ ആപ്പിൾ മരം ദുഃഖത്തോടെ ഖേദത്തോടെ അവനെ കാത്തിരുന്നു. അവനെന്നു വരും, ഇതായിരുന്നു ആപ്പിൾ മരത്തിന്റെ ചോദ്യം. അങ്ങനെ പിന്നീട് ഒരിക്കൽ അവൻ കടന്നു വന്നു. അന്നവൻ യുവാവായിട്ടുണ്ട്, നല്ലൊരു യുവാവ്. ആ സന്ദർഭത്തിൽ ആപ്പിൾ മരം അവനെ കണ്ടതോടുകൂടി സന്തോഷിച്ചു. എന്നിട്ട് പറയാണ്, കം ഓൺ പ്ലേ വിത്ത് മീ, വാ മോനെ എന്റെ കൂടെ കളിക്ക്. ആ സന്ദർഭത്തിൽ ഇദ്ദേഹം പറയാണ്, ഞാനിപ്പോൾ കളിയുടെ പ്രായമൊക്കെ കഴിഞ്ഞു പോയി, എനിക്കിപ്പോൾ വേണ്ടത് ഷെൽട്ടറാണ്, എനിക്ക് വീട് വേണം, ആ വീടിന് വേണ്ടുന്ന കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞപ്പോൾ ഈ ആപ്പിൾ മരം പറയാണ്, മോനെ എന്റെ എല്ലാ ശിഖരങ്ങളും നീ മുറിച്ചോ, എന്റെ ഇങ്ങോട്ടുള്ള കൊമ്പ് അങ്ങോട്ടുള്ള കൊമ്പ് അതെല്ലാം മുറിച്ചിട്ട് നീ അലകുകളൊക്കെ കെട്ടിയിട്ട് നല്ലൊരു വീടുണ്ടാക്ക്. ആപ്പിൾ മരത്തിന്റെ മുകളിൽ കയറിയിട്ട് യുവാവ് എല്ലാ ശിഖരങ്ങളും അറുക്കുകയാണ്. വേദനിക്കുന്ന സമയത്തും സന്തോഷത്തോടു കൂടിയായിരുന്നു ആപ്പിൾ മരം. വേദനിക്കുന്ന സമയത്തുമുള്ളത് ആപ്പിൾ മരത്തിന് സന്തോഷമാണ്. തന്റെ ഈ കുട്ടിക്കൊരു വീട് വെക്കാൻ പോവുകയാണല്ലോ എന്ന സന്തോഷം. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം അവൻ പിന്നീട് വന്നില്ല. പിന്നീട് അവൻ വന്നു. അപ്പോഴേക്കും അവൻ വാർദ്ധക്യത്തോടടുത്തിരുന്നു. ആ സമയത്ത് ഈ ആപ്പിൾ മരം കണ്ട ഉടനെ സന്തോഷത്തോടു കൂടി പറയാണ്, കം ആൻഡ് പ്ലേ വിത്ത് മീ, വാ മോനെ എന്റെ കൂടെ കളിക്ക്. ആ സമയത്ത് വൃദ്ധനായി മനുഷ്യൻ പറയാണ്, ഞാനിപ്പോ കളിയുടെ പ്രായമൊക്കെ കഴിഞ്ഞു പോയി, ഞാനിപ്പോൾ ഒരു ഏകനായി പോയി, കുടുംബത്തിൽ നിന്ന് അകറ്റിയിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ടത് ആകെ ഒരു തോണി വേണം. ആ തോണിയിൽ പുഴയിലൂടെ ഇങ്ങനെ തോണി തുഴഞ്ഞു നടക്കണം, അങ്ങനെ പുതിയൊരു കാഴ്ചയിലേക്ക് പുതിയൊരു ലോകത്തിലേക്ക് എത്തണം. അങ്ങനെ ഈ ആപ്പിൾ മരം പറയാണ്, നീ ഒരു കാര്യം ചെയ്യേ, എനിക്കിനി ആകെയുള്ളത് ഈ ഒരു തടിമരം മാത്രമാണ്, അതുകൊണ്ട് അതും നീ വെട്ടിക്കോ, എന്നിട്ട് നല്ലൊരു തോണി ഉണ്ടാക്ക്. അങ്ങനെ നീ ആ തോണിയും കൊണ്ട് പൊയ്ക്കോ. ഈ മകൻ അതും വെട്ടി, അതുകൊണ്ട് തോണിയുണ്ടാക്കി. ആ തോണിയിൽ കയറി പുഴയിലൂടെ കുറെ അങ്ങോട്ട് നടന്ന് അവൻ തുഴഞ്ഞു പോയി. കുറെ നാളത്തേക്ക് ഇവനെ കണ്ടില്ല. പിന്നീട് ഇവൻ കടന്നു വരുന്നത് വടിയും കുത്തിപ്പിടിച്ചിട്ടുള്ള ഒരു വൃദ്ധനാണ്. വടിയും കുത്തിപ്പിടിച്ച് എല്ലാവരും ഒഴിവാക്കപ്പെട്ട വൃദ്ധനായ ചൂക്കിച്ചുളുങ്ങിയ ആ വൃദ്ധനെ കണ്ടപ്പോഴും ആപ്പിൾ മരത്തിന്റെ കുറ്റി, വെറും വേരിന്റെ കുറ്റി വിളിച്ചു പറഞ്ഞു, കം ആൻഡ് പ്ലേ വിത്ത് മീ, വാ മോനെ നീ എന്റെ കൂടെ കളിക്കും. ആ സമയത്ത് ഈ പടുവൃദ്ധൻ പറയാണ്, എനിക്കിനി തലവെച്ചുറങ്ങാൻ ഒരു സ്ഥലം വേണം, എല്ലാവരും എന്നെ ഒഴിവാക്കിയിരിക്കുകയാണ്, വെറും ഒന്ന് തലവെച്ചുറങ്ങാൻ. അങ്ങനെ അവസാനം ഈ ആപ്പിൾ മരത്തിന്റെ കുറ്റി പറയാണ്, നിങ്ങൾ വരിൻ, എന്നിട്ട് എൻ്റെ ഈ വേരിൽ കിടന്നുറങ്ങിക്കോളിൻ, എൻ്റെ വേരിൽ തലവെക്കാൻ വലിയൊരു സുഖമാണ്. അങ്ങനെ ആ വേരിൽ തലവെച്ചുകൊണ്ട് ഇദ്ദേഹം ഉറങ്ങുകയാണ്. ആ ഉറക്കം പിന്നീട് തന്റെ മരണത്തിൽ കലാശിക്കുകയാണ്. ചുരുക്കത്തിൽ ആ ചാപ്റ്ററിന്റെ മെസ്സേജ്, എല്ലാ ചാപ്റ്റർ കൊടുക്കുമ്പോഴും കുട്ടികൾക്ക് മെസ്സേജ് കൊടുക്കണം. ആ മരം പോലെയാണ് നമ്മുടെ രക്ഷിതാക്കൾ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാണ്, ആ മരം പോലെയാണ് നമ്മുടെ രക്ഷിതാക്കൾ. ആദ്യം കുറെ നമ്മൾ കളിച്ചു നടന്നു പാവം അവരുടെ കൂടെ. പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഉപകരണങ്ങളിലേക്കായി, ബൈസിക്കിളിന്റെ കൂടെ. ആ സന്ദർഭത്തിൽ ഉമ്മ തന്റെ കുടലാരം തന്ന്, അല്ലെങ്കിൽ ഉമ്മ തന്റെ ജിംകിയൊക്കെ വിറ്റ് നമുക്ക് ചിലപ്പോൾ സൈക്കിൾ വാങ്ങി തന്നിട്ടുണ്ടാകാം. അത് കഴിഞ്ഞിട്ട് കുറെ കഴിയുമ്പോൾ വീട് വേണമെന്നായി. യുവാക്കൾ കുറച്ച് വലുതാകുമ്പോൾ വീട് വേണമെന്നായി. ആ വീട് വലിയ അവസ്ഥയിലാകുമ്പോൾ അവര് സ്വന്തം സ്വത്തുക്കൾ വിറ്റ്, എല്ലാം വിറ്റ് നമുക്ക് വീടാകട്ടെ എന്ന് ആഗ്രഹിച്ചു. അതിനുവേണ്ടി അവർ പകുത്തു തന്നു. അവസാനം പിന്നീട് നമ്മൾ വൃദ്ധനായി കടന്നു ചെന്നപ്പോ, തോണി വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോ എല്ലാം വീതിച്ചിട്ട് തറവാടിന്റെ ഭാഗം പോലും വിറ്റ് നമുക്ക് തന്നു. ഞാൻ നിന്റെ കൂടെ കഴിഞ്ഞോളാം, നീയെങ്കിലും സന്തോഷമാകൂ എന്ന് അവസാനത്തെ അടിക്കുറ്റി പോലും വെട്ടിയിട്ട് നമുക്ക് തരും. അതാണ് മാതാപിതാക്കൾ. അതിനുശേഷം പിന്നീട് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് അവരുടെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുമ്പോ അവരങ്ങ് ചുക്കിച്ചുളിഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ ഉറപ്പാണ്, അന്ന് എനിക്ക് കിടക്കാനൊരു കിടമില്ല, ഒരിടമില്ല, കിടപ്പാടമില്ല എന്ന് പറയുമ്പോ പാവം കാച്ചിത്തുണിയെടുത്ത തന്റെ ഉമ്മ തന്റെ മടിത്തട്ട് കാണിച്ചിട്ട് ഇങ്ങനെ പറയും, മോനെ നീ ആ കുഞ്ഞുനാളിൽ കിടന്നുറങ്ങിയതുപോലെ എന്റെ മടിത്തട്ടിൽ നീ ഒന്ന് കിടന്നു. ഇത്രയും സ്നേഹമാണ് രക്ഷിതാക്കൾക്ക് മക്കളോട്. പക്ഷേ മക്കളത് തിരിച്ചറിയുന്നില്ല. ഇനി അത് തിരിച്ചറിയുന്നത് എന്നാണ്? നമ്മളൊക്കെ വലുതായി ഈ മാതാപിതാക്കളുടെ അവസ്ഥയിലേക്ക് എത്തുമ്പോ
കൊലായിൽ ഇരുന്നു കൊണ്ട് മോനെ അതെന്താടാ എന്ന് പൊട്ടക്കണ്ണടയിലൂടെ കാക്കയെ നോക്കിയിട്ട് അതെന്താടാ മോനെ എന്ന് പറയുമ്പോൾ അത് കാക്കയാണ് തള്ളേ എന്ന് പറയുന്ന മോൻ ആലോചിക്കണം. എത്രയോ സന്ദർഭത്തിൽ കൈപിടിച്ചു പോകുമ്പോ അതെന്താ ഉപ്പ, ഇതെന്താ ഉമ്മ, അതെന്താ ഉപ്പ എന്ന് ചോദിച്ചതിന് മുഴുവൻ ഒരു മടിയും കൂടാതെ നമ്മളോട് മറുപടി പറഞ്ഞു തന്നിരുന്നു നമ്മുടെ മാതാപിതാക്കൾ. ഒരു മടിയും കൂടാതെ അത് ഇന്നതാണ് മോനെ, ഇത് ഇന്നതാണ് മോനെ, അത് ഇന്നതാണ് മോനെ. നമ്മളോട് 3 തവണയൊന്ന് അതെന്താ മോനെ അതിന് മറുപടി പറഞ്ഞെടുത്ത് പിന്നെ ഒന്ന് പറയുമ്പോഴേക്ക് അത് ഇന്നതാണ് തള്ളേ എന്ന് പറയുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയത് മാതാപിതാക്കളോടുള്ള ബന്ധം അഥവാ ഈ മക്കളോടുള്ള ബന്ധം, നമ്മളും നമ്മളോടുള്ള ബന്ധം ഈ മക്കളും അകത്തിയതിന്റെ ഭാഗമാണ്. അവിടെയാണ് ബ്രിഡ്കോ എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥാപനം. പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ മക്കൾ എന്റർപ്രണർ ആവുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഈ കാര്യം വെക്കുമ്പോൾ നമുക്ക് തോന്നും അവർ എന്റർപ്രണർ ആകുമോ? നിങ്ങൾ ഇവിടെയൊന്ന് വളരെ ശ്രദ്ധിച്ചു നോക്കണം. ഇപ്പോൾ ആ സ്ക്രീനിൽ കാണുന്നത് ലോകത്തിൽ ഒരു ബിസിനസ്സുകാരനാകാനുള്ള സ്കിൽ സെറ്റിന്റെ ഭാഗമാണ്. അഥവാ ഒരു ബിസിനസ്സുകാരന് ഈ 8 ആംഗിളുകളും പൂർത്തിയായാലേ അവന് ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസ്ഥ എത്തൂ എന്ന് അതിന്റെ ആളുകളുടെ പഠനമാണ്. അള്ളാഹു വിചാരിച്ചാൽ എല്ലാ കാര്യം എല്ലാരെ കൊണ്ടും നടത്താൻ പറ്റും. ഭൗതികപരമായി പറഞ്ഞാൽ ഈ 8 കാര്യങ്ങൾ. O ലെവൽ അതൊരു പഠനത്തിന്റെ കാലമാണ്. പിന്നീട് A ലെവൽ അതൊരു +2 ലെവൽ, കുറച്ചും കൂടി കളിയും പഠനവും. പിന്നീട് അങ്ങോട്ട് കയറി ലെവൽ 4, ലെവൽ 6, ലെവൽ 8ലേക്ക് എത്തുമ്പോ ലെവൽ 8 എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വേണം? ലീഡർഷിപ്പ് ക്വാളിറ്റി, ഓർഗനൈസേഷണൽ സ്കിൽ, തിങ്കിങ് സ്ട്രാറ്റജി, മാനേജറിയൽ എഫിഷ്യൻസി, ഇങ്ങനെ മൾട്ടി ലിംഗ്വിസ്റ്റിക് കപ്പാസിറ്റി, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഒന്നിച്ചു കൂടുന്നതിന്റെ പേരാണ് ലെവൽ സ്കിൽ സെറ്റ് 8. അത് കിട്ടുന്നത് പഠനത്തിലൂടെയല്ല, അത് കിട്ടുന്നത് എക്സ്പീരിയൻസിലൂടെ മാത്രമാണ്. എക്സ്പീരിയൻസിലൂടെയല്ലാതെ ഒരു മനുഷ്യന് എക്സ്പീരിയൻസ് ഈസ് ഗ്രേറ്റ് ടീച്ചർ എന്നും പല രീതിയിലും അത് പറയാറുണ്ട്. എക്സ്പീരിയൻസ് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പെരിമെന്റ് എന്നും പറയാറുണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകണം. ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനം നമ്മുടെയൊക്കെ ഒരു ധാരണ ഇന്ന് ജോലി ചെയ്യണം, ജോലിയിൽ ഇത്ര ശമ്പളം വാങ്ങണമെന്നാണ്. സത്യത്തിൽ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചു നോക്കാറുണ്ടോ? ജോലി ചെയ്യാതെ, ജോലി ചെയ്യണമെങ്കിൽ ചെയ്തോളി, നല്ലത് തന്നെ എക്സ്പീരിയൻസിന് വേണ്ടി. ജോലിയൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെന്നും ആ സംരംഭത്തിൽ 1 ലക്ഷം സാലറി ഇന്ന് ഞാൻ വാങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെ ധാരാളം ആളുകൾക്ക് 1 ലക്ഷം സാലറി കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ അധിപനായി തീരണമെന്നൊരു ചിന്ത നമ്മളിൽ എത്ര പേർക്കുണ്ട്? ഗൂഗിൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പഴയ ആൾക്കാർക്കൊന്നും ചില പറഞ്ഞോളണമെന്നില്ല. ഗൂഗിൾ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഈ ഗൂഗിൾ എന്ന് പറയുന്ന സംഭവം, അതിന്റെ കേസ് സ്റ്റഡി പഠിച്ചാൽ രണ്ട് ചെറുപ്പക്കാർ, നമ്മളെപ്പോലെ ഒന്നിനും പറ്റാത്ത 2 ചെറുപ്പക്കാർ അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് യാഹൂ എന്ന് പറയുന്ന കമ്പനിയെ സമീപിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ യാഹൂ വലിയ കമ്പനിയാണ്. യാഹൂ കമ്പനി പറഞ്ഞു, എന്തുണ്ടാവാനാണ്, നിങ്ങൾ ഉണ്ടാക്കുന്നതൊന്നും ലോകത്തിൽ നടക്കാൻ പോണതല്ല, റിജക്ട് ചെയ്തു. ഇന്ന് യാഹൂ എവിടെയാ കിടക്കുന്നത്? ഗൂഗിൾ എവിടെയാ കിടക്കുന്നത്? 2 വിദ്യാർത്ഥികളുടെ ഈ ഒരു അവസ്ഥയെ അഡോപ്റ്റ് ചെയ്യാൻ അന്ന് വലിയ കമ്പനികൾക്ക് സാധിച്ചില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഏതൊരു മനുഷ്യന്റെ തലയിലാണോ ഈ പറയുന്ന സ്കില്ലുകളെയും ഈ പറയുന്ന ഒരു തൗഫീക്കിനെയും ജഗന്നിയന്താവായ അള്ളാഹു ഇട്ടുതന്നത്, അല്ലെങ്കിൽ ഏതൊന്നിലാണോ നമ്മൾ വിശ്വസിക്കുന്നത്, ആ ഒരു വിശ്വാസപൂർവമായ ഏകത്വത്തിലുള്ള വിശ്വാസത്തിന്റെ പേരിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോ ഏതാണോ നമ്മളെ സൃഷ്ടിച്ചവൻ അവൻ പല വഴികളും തുറന്നു തരും. പക്ഷേ കുറച്ചൊക്കെ സഹിക്കേണ്ടി വരും, കുറച്ചൊക്കെ ക്ഷമിക്കേണ്ടി വരും. ബാംഗ്ലൂരിൽ നമ്മളൊരു കമ്പനികളുമായിട്ടുള്ള ഒരു ചെറിയ ഡിസ്കഷന് വേണ്ടി പോയപ്പോ ഇന്ന് അവിടുത്തെ ഏറ്റവും ടോപ്പ് കമ്പനികളിൽപ്പെട്ട ഒരു കമ്പനിയായ മൈൻഡ് ട്രീ എന്ന് പറയുന്ന IT കമ്പനി, ഏതാണ്ട് 5000-ഓളം ആളുകൾക്ക് ജോലി കൊടുത്തിട്ടുള്ള വലിയ കമ്പനി, ആ കമ്പനിയിലെ പാർത്ഥസാരഥി, ചിലപ്പോൾ നിങ്ങളൊക്കെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ എനിക്കറിഞ്ഞുകൂടാ, IT-യുമായി ബന്ധപ്പെട്ടവർക്കറിയാം, ബാക്കിലേക്കൊക്കെ മുടി നീട്ടിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, we never adopt മലബാർ ഗൈസ്. ചർച്ചയിൽ തന്നെ മൂപ്പരതാ പറഞ്ഞത്, ഞങ്ങൾ ഒരിക്കലും മലബാറുകാരെ തെരഞ്ഞെടുക്കൂല. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ മലബാറുകാരുടെ ഇത്ര ദേഷ്യം? അവർ പറഞ്ഞത് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സാധനം തന്നെ അവർക്കില്ല എന്ന്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. 5 മണി ചെയ്താൽ ഈ ഫുട്ബോൾ കളിച്ച് ശീലമുള്ള കുട്ടികളായതുകൊണ്ട് 5 മണി കഴിഞ്ഞാൽ ഫുട്ബോൾ കളിക്കാൻ പോകണം അവർക്ക്. കമ്പനി ചിലപ്പോൾ 11 മണി വരെയുള്ള ടാസ്ക് കൊടുത്തിട്ടുണ്ടാവും. ഈ കമ്പനിയുടെ ടാസ്ക് തീർക്കേണ്ടി വരും. ഇവന് വലിയ ഹൈ പ്രൊഫൈൽ സാലറി കൊടുക്കുന്നുണ്ടാവും. അവന് കളിക്കാൻ അല്ലെങ്കിൽ കുടുംബത്തിൽ പോകാനൊക്കെ ചിലപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ കൊടുക്കുന്നുണ്ടാവും. ഇവൻ 5 മണിയായ ഫ്രണ്ട്സിനെ കാണണം, 4 മൊബൈലായിട്ട് നടക്കും. കമ്പനിയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ മൊബൈൽ ഓഫ് ആക്കണം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല. അദ്ദേഹം പറയാണ്, അതുകൊണ്ട് ഈ മലബാറുകാർ, ഇവിടെ പല ജില്ലക്കാരിരിക്കുന്നുണ്ട്, മുപ്പര് മലബാറുകാരെ പറ്റിയാ പറഞ്ഞത്. മലബാറുകാരെ നല്ല കഴിവുള്ളവരാണ്, ഉഷാറാണ്, ഒക്കെയാണ്.
ബട്ട് വി നെവർ അബ്സോർബ്. ഞങ്ങൾ ഒരിക്കലും അവരെ തിരഞ്ഞെടുക്കില്ല. ഞാൻ വീണ്ടും കൗണ്ടർ ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളിൽ നൂറ്റിക്കണക്കിന് ആൾക്കാർ നിങ്ങളുടെ മലബാറിൽ നിന്ന് ഇവിടെ വരികയുണ്ടായി. അവർക്കില്ലാതെ പോയത് ഞങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? ആറ്റിറ്റ്യൂഡാണ്. നല്ല സ്കില്ലുള്ള മക്കളാണ്, നല്ല നോളജുള്ള മക്കളാണ്, പക്ഷെ ആറ്റിറ്റ്യൂഡ് നെഗറ്റീവാണ്. ഒരു അറബി നമ്മളോട് പറഞ്ഞു, മലബാറുകാരായിട്ടുണ്ടെങ്കിൽ ഒരു വിഷയം എന്താന്ന് വെച്ചാല്, അദ്ദേഹം പറയാണ്, നമ്മളെ പറ്റി ഒന്ന് വിലയിരുത്തണമല്ലോ, കൂടുതലും നമ്മൾ മലബാറുകാരായിരിക്കും ഇതിലുള്ളത്. അവിടുന്ന് ഇങ്ങോട്ട് ആ മേശ ഇങ്ങോട്ട് എടുത്തിടണം എന്ന് പറഞ്ഞാൽ എടുത്തിടും. വേറുള്ളവരാണെങ്കിൽ മലബാറുകാരൻ അത് ആ പൂപ്പ് അങ്ങനെ ഇരിക്കണത്, ആ പൂവ് അങ്ങനെ ഇരുന്നാലേ ശരിയാവുള്ളൂ, ഇങ്ങനെ ആയാലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ അതിനെപ്പറ്റി സംസാരിച്ചത് അവിടെ തന്നെ വെക്കും. അവന്റെ സ്കില്ല് മുഴുവൻ ഉപയോഗിക്കുന്നത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്കാണ്. അതിങ്ങോട്ട് മാറ്റിയിടപ്പോൾ എനിക്ക് സമ്മതമില്ല. അതുകൊണ്ട് പുറത്തുള്ള ഈ മലബാറുകാരെ കുറിച്ചിട്ടുള്ള ആക്ഷേപത്തിന്റെ ഉച്ചൈസ്തരം പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്, അഭിലഷിക്കുകയാണ്. മലബാറുകാരെ കുറിച്ചിട്ടുള്ള ഈ ആക്ഷേപത്തിന്റെ ലോകത്തിലെ മുഴുവൻ കമ്പനികളും മലബാറുകാരെ വേണ്ട എന്ന് പറയുന്ന സമയത്തും ഇല്ല, മലബാറുകാരെ തുടങ്ങിയ കമ്പനിയിൽ നിന്ന് ലോകത്തിന്റെ നാനാഭാഗത്തും പോയിട്ട് ഞങ്ങൾ കമ്പനി തുടങ്ങുമെന്ന് പറയാനുള്ള ഉച്ചൈസ്തരമുള്ള ഒരു ധൈര്യം, ഒരു വിൽ പവർ നമ്മുടെ ഈ മലബാറുകാർക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് ഈ ബ്രിഡ്കോ ഒരു കാരണമാകേണ്ടതുണ്ട് എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്, അഭിലഷിക്കുകയാണ്. ഇവിടെ ബ്രിഡ്കോ ഇത്ര വലിയ വലുതായതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മളെന്നും മുത്തുവക്കാനെ കാണും, നമ്മൾ മുത്തുവക്കാനെ വിളിക്കല്. നമ്മളെന്നും അതേപോലെ തന്നെ ആരെ കാണും? മുംസാക്കാനെ കാണും. അതേമാതിരി നമ്മളെന്നും ആരെ കാണും? നമ്മൾ പിന്നെ അവിടെയുള്ള ആൾക്കാരെ കാണും, മൊത്തം കുട്ടിയാക്കാനെ കാണും, അതേപോലെ തന്നെ എല്ലാവരെയും കാണും. ഈ കാണുന്ന സമയത്തൊക്കെ നമ്മൾ ഇവരെ കുറിച്ച് അങ്ങനെ ആലോചിച്ചിട്ടില്ല. നമ്മൾ ഒരിക്കലും കുവൈത്തിൽ പോയപ്പോ അവിടുത്തെ ഒരു കമ്പനികളുമായിട്ടുള്ള ചർച്ചയിൽ നമ്മൾ മുത്തുവാക്കുകയുണ്ടായിരുന്നു. അന്ന് സ്പെയിനിൽ നിന്ന് വന്ന കുട്ടികൾ അവിടെ ഉണ്ട്, പലയിടത്തുനിന്ന് ഇത് പഠിച്ചു വന്നവരുണ്ട്. ഞാൻ അന്നാണ് സത്യത്തിൽ ബ്രിഡ്കോനെ പറ്റി മനസ്സിലാക്കണം. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയാം, ഞാൻ ഇതിനെപ്പറ്റി വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് അറബി പറഞ്ഞു, ഇവിടെ പല കമ്പനിയിൽ നിന്നും ആൾക്കാർ വന്ന് സ്പെയിനിൽ നിന്ന് വരാറുണ്ട്, മലേഷ്യയിൽ നിന്ന് വരാറുണ്ട്, അതിൽ നിന്ന് വരാറുണ്ട്, ഇതിൽ നിന്ന് വരാറുണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടം ബ്രിഡ്കോയിലെ മക്കളെയാണ്. ബ്രിഡ്കോന്റെ പ്രത്യേകതയായിട്ട് ഞാൻ അത് മനസ്സിലാക്കുന്നില്ല. ബ്രിഡ്കോയുടെ പ്ലാനിങ്ങുമായി ഇതിന് വലിയ ബന്ധമുണ്ട്. ആ ഒരു ബ്രിഡ്കോയുടെ മിടുക്ക് നമുക്കെല്ലാവർക്കും ഒരു ഹേതുകമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഒരു കൊല്ലം ചിലരൊക്കെ നമുക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്, നിങ്ങളെ വളരെ വേണ്ടപ്പെട്ട ആളല്ലേ, അതുകൊണ്ട് കുട്ടിപ്പുള്ളത് UP-യിലാണ്, ഓലൊന്ന് ആന്ധ്രയ്ക്കാക്കാൻ പറ്റുമോ, ഓലൊന്ന് ഇങ്ങോട്ടാക്കാൻ പറ്റുമോ, ഓലൊന്ന് ബോംബെക്കാക്കാൻ പറ്റുമോ, ഓലൊന്ന് ചെന്നൈക്കാക്കാൻ പറ്റുമോ. ആദ്യത്തിൽ 1-2 തവണയൊക്കെ ഞാനും വിളിച്ചിരുന്നു, അതൊന്ന് ആണ്ടാക്കാൻ പറ്റുമോ, ഇങ്ങണ്ടാക്കാൻ പറ്റുമോ. അവസാനം അതിനെക്കുറിച്ചൊരു കേസ് സ്റ്റഡി നടത്തിയപ്പോ നമുക്ക് മനസ്സിലായത് ഈ എക്സ്പീരിയൻസിൽ നിന്നാണ്. അതായത് ഒരാളുടെ ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താ? സമയമില്ലാത്തതിന്റെ പേരിൽ ചുരുക്കാം. നമ്മുടെ മക്കൾക്ക് 3 കാര്യങ്ങളാണ് രക്ഷിതാക്കളിൽ നിന്ന് കിട്ടേണ്ടത്. വിശദീകരിച്ച് പറയാൻ സമയമില്ല. പക്ഷേ രക്ഷിതാക്കളാകട്ടെ 3 കോലത്തിലാണ്. ഒരു കോലം എന്താണെന്നറിയാം? ഓട്ടോക്രാറ്റിക് ഫാദർ. എന്ത് പറഞ്ഞാലും അവിടെ നിൽക്ക്, ഇവിടെ നിൽക്ക്, അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് വരച്ച വരയിൽ നിൽക്കുന്ന രക്ഷിതാക്കൾ, നിർത്തുന്ന രക്ഷിതാക്കൾ. ആ കുട്ടികൾ എവിടെ എത്തൂല. കാരണം അവന്റെ ആ ഒരു സ്വാതന്ത്ര്യത്തിനെ ഹനിച്ചുകൊണ്ട് എപ്പോഴും ഉപ്പയുടെ കൺട്രോളിൽ തന്നെ വെക്കുന്ന, ഉപ്പാന്റെ ചിന്താഗതിക്കനുസരിച്ച് വെക്കുന്ന മക്കളാണ് നല്ലത്. പക്ഷേ ആ മക്കൾ ഡീവിയേറ്റ് ചെയ്യും. ഈ ടൗണിലെ പ്രധാനപ്പെട്ട ഒരു സമ്പന്നൻ പറഞ്ഞു, എന്റെ മക്കൾക്കൊന്നും നമ്മുടെ ബിസിനസ്സിനോട് താല്പര്യമില്ല. കാരണം അദ്ദേഹം മക്കളോട് അങ്ങനെയാണ്. എന്തെന്നായാലും വാപ്പാന്റെ കൂടെ ഞങ്ങളില്ല എന്നാണ് മക്കൾ പറഞ്ഞത്. വേറെ രക്ഷിതാക്കളുണ്ട്, അത് അതിലേറെ അപകടകരമാണ്. പെർമിസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാറ്റിനും അനുവാദം. പാപ്പ എനിക്ക് ടച്ച് സ്ക്രീൻ മൊബൈൽ വേണം, ആയിക്കോട്ടെ, അത് ഐപോഡ് വേണം, അത് ആയിക്കോട്ടെ, അത് വേണം, ടാഗ് വേണം, ഇത് വേണം, എന്തൊക്കെയാണോ പറഞ്ഞതൊക്കെ വാങ്ങിക്കൊടുക്കുക. സ്കൂട്ടർ പറയുമ്പോൾ സ്കൂട്ടർ വാങ്ങിക്കൊടുക്കുക. എല്ലാറ്റിനും സമ്മതിക്കുന്ന, അത് ആദ്യം പറഞ്ഞ രക്ഷിതാക്കളെക്കാൾ അപകടകാരികളാണ്. ഓട്ടോക്രാറ്റിക്കിനേക്കാളും വലിയ അപകടം ചെയ്യുന്ന ആൾക്കാരാണ് പെർമിസീവ് പാരന്റ്. പെർമിസീവാണ് അവർ, എല്ലാറ്റിനും പെർമിഷൻ. നേരെ മറിച്ചിട്ട് ഡെമോക്രാറ്റിക് പാരന്റ്സ് ഉണ്ട്. ഡെമോക്രാറ്റിക് പാരന്റ്സ് എന്ന് പറഞ്ഞാൽ മക്കൾ പറഞ്ഞതൊക്കെ കേൾക്കും, ഒക്കെ സമ്മതിക്കും, പറ്റുന്നത് മാത്രം ചെയ്തു കൊടുക്കും. അങ്ങനത്തെ രക്ഷിതാക്കൾക്ക് എന്താ